DCC ജനറൽ സെക്രട്ടറിയും 10 വർഷക്കാലം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ഫാർമേഴ്സ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന പത്തിയൂർ നാസറിന്റെ 4ാമത് ചരമവാർഷിക ദിനം കരിയിലക്കുളങ്ങര രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിയിലക്കുളങ്ങര രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവും ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറിയും പ്രമുഖ സഹകാരിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പത്തിയൂർ നാസറിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണം ആചരിച്ചു. അനുസ്മരണ പരിപാടിയും കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കരിയിലക്കുളങ്ങര ജംഗ്ഷനിൽ വെച്ച് വളരെ മൃഗീയമായി മർദ്ദിച്ച് കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് ആശുപത്രിയിൽ എത്തുമ്പോൾ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല. വളരെ ചെറിയ കുട്ടികളാണ് ഞങ്ങളൊക്കെ. ശ്രീ രാജേന്ദ്രകുമാറിനെയും ശ്രീ നാസറിനെയും മൃഗീയമായി മർദ്ദിച്ച് അവരുടെ മുഖം കാണാത്ത രീതിയിൽ രക്തം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിരവധി മർദ്ദനങ്ങൾ ഏറ്റ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും, എനിക്കറിയാം, പ്രായമുള്ള CV തണ്ടാശ്ശേരി വിജയൻ ചേട്ടനോ അതല്ലെങ്കിൽ അതുപോലെയുള്ള വിരലെണ്ണാവുന്ന ശ്രീ വിശ്വനോ അടക്കം ഉള്ള ചില ആളുകൾ ഒഴിച്ചാൽ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടനാ രംഗത്ത് സജീവമാക്കി കോൺഗ്രസ് പാർട്ടിക്ക് മുതൽക്കൂട്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ശ്രീ നാസറിന് തന്നെയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഏത് കാര്യത്തിലും അദ്ദേഹത്തിന് തൻ്റെതായ ഒരു തീരുമാനവും ഒരു കാഴ്ചപ്പാടുമുണ്ടായിരുന്നു. പത്തിയൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ അദ്ദേഹത്തിന്റെ വീടിന് നേരെ നിരവധി തവണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തികം സംഘടനയ്ക്ക് വേണ്ടി ചിലവഴിച്ച് തനിക്ക് കിടക്കുവാൻ കിടപ്പാടം പോലും ഇല്ലാതായ അവസരത്തിൽ അദ്ദേഹം ഒരു കച്ചവടവുമായി ഇവിടെ നിന്നും പള്ളിപ്പാട്ടേക്ക് പോയി. അദ്ദേഹം അവിടെ ചെറിയ കച്ചവടവും അവിടെ താമസവുമായിരുന്നു. പത്തിയൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമായ കേസുകളിൽ പ്രതിയായി ഒരു രാത്രിയിൽ അറസ്റ്റ് ചെയ്യുവാൻ കായംകുളത്തെ പോലീസ് അദ്ദേഹത്തിന്റെ പള്ളിപ്പാട്ടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ സേവനം നടത്തിയ നേതാവായിരുന്നു പത്തിയൂർ നാസർ എന്ന് സൈനുലാബുദ്ദീൻ പറഞ്ഞു. ട്രസ്റ്റ് പ്രസിഡന്റ് സജി പത്തിയൂർ അധ്യക്ഷത വഹിച്ചു. MSc സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ കേരള സർവകലാശാലയിൽ നിന്നും റാങ്ക് നേടിയ കുമാരി രേഷ്മയ്ക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡും മൊമെന്റോയും സൈനുലാബുദ്ദീൻ നൽകി. മലപ്പുറത്ത് നടന്ന 6ാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിമിൽ ഹാൻഡ്ബോളിൽ 55+ കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ നേടിയ ദേശീയ കായികവേദി ജനറൽ സെക്രട്ടറി ബാബു കൊരമ്പല്ലിയെയും ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ രാജീവ് വല്യത്ത്, VK വിശ്വനാഥൻ, DCC അംഗങ്ങളായ K രാജേന്ദ്രകുമാർ, ബെന്നി പത്തിയൂർ, വിജയൻ തണ്ടാശ്ശേരിൽ, മറ്റ് നേതാക്കളായ ബാബു കൊരമ്പള്ളി, N രാജശേഖരപിള്ള, CP തോമസ് ഏവൂർ, പ്രശാന്ത് എരുവ, മറിയം സജു, R ശംഭു പ്രസാദ്, ശ്രീജിത്ത് ഏവൂർ, ലാലൻ, പത്തിയൂർ രാധാകൃഷ്ണൻ തമ്പി, MG മോഹൻകുമാർ, T അനിൽകുമാർ, M കൃഷ്ണപ്രസാദ്, ശ്രീലേഖ അനിൽകുമാർ, മാടവന ഷാജി, ഉണ്ണിപ്പറമ്പിൽ സത്യൻ, രഘുനാഥപിള്ള, ശങ്കരൻ ചെട്ടിയാർ, നാരായണൻ നമ്പൂതിരി, പുളിന്തറ പ്രശാന്തൻ, രാധാകൃഷ്ണൻ, സെയ്ഫ് പത്തിയൂർ, ശ്രീജിത്ത് ചെറുക്കുളങ്ങര, ഗോപൻ ചെട്ടികുളങ്ങര, സന്തോഷ് തൂണേത്ത് എന്നിവർ സംസാരിച്ചു. നമ്മൾ വിചാരിച്ചാൽ അന്നേരം തന്നെ വണ്ടി എടുത്തു പോകാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ സംഘടനാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ നടത്തിയത്. അന്ന് സൈക്കിളിൽ സഞ്ചരിച്ച് ഓരോ കുറുമാനങ്ങൾ എഴുതി ഓരോ പ്രദേശത്ത് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ചെറുപ്പക്കാരെ നൊടിയടിയിൽ സംഘടിപ്പിക്കുവാനുണ്ടായിരുന്ന ഒരു അനിതര സാധാരണമായ വൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന നേതാക്കന്മാരാണ് ഇന്ന് പത്തിയൂരിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ. യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തോട് സൗഹൃദം സ്ഥാപിച്ചും കലഹിച്ചുമൊക്കെ മുന്നോട്ട് വളർന്നു വന്ന നേതാക്കന്മാരാണ് പത്തിയൂരിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. അദ്ദേഹം സംഘടനയെ വളർത്തുന്നതിനോടൊപ്പം തന്നെ സംഘടനയെ വളർത്താൻ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു നേതാവായിരുന്നു ശ്രീ പത്തിയൂർ. CDNet ന്യൂസ്, കായംകുളം.